ഇപ്പോൾ നമ്മളൊപ്പം ഇടുക്കി ഞങ്ങളുടെ പ്രതിനിധി TS അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഏതാണ്ട് 1.5 ലക്ഷം പേരാണ് തീവ്ര വോട്ടർ പട്ടികയുടെ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇടുക്കി ജില്ലയിൽ മാത്രം പുറത്തായതല്ലേ? ജിംഷാദ്, തീർച്ചയായും കരട് വോട്ടർ പട്ടിക SIR പരിഷ്കരണത്തെ പറ്റിയുള്ള ആശയങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെ പ്രകാരം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളുടെ കരട് പട്ടിക പുറത്തു വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം 9,468,000. ഇതിൽ നിന്ന് 1,24,087 പേർ നിലവിൽ പട്ടികയ്ക്ക് പുറത്തായിരിക്കുകയാണ്. ഇത് ആകെ വരുന്ന വോട്ടർമാരുടെ 13.78% വരും. നിലവിൽ 7,76,381 പേരുടെ മാത്രം വിവരങ്ങളാണ് BLOമാർക്ക് ശേഖരിക്കാനായത്. നമുക്ക് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ദേവികുളം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത്. 31,536 പേർ ദേവികുളം മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഏറ്റവും കുറവ് ആളുകൾ പുറത്തായിരിക്കുന്നത് തൊടുപുഴ മണ്ഡലത്തിലാണ്, 16,278 പേർ. കൂടാതെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ 24,492 പേരും, ഇടുക്കി മണ്ഡലത്തിൽ 25,150 പേരും, പീരുമേട് മണ്ഡലത്തിൽ 26,631 പേർ എന്നിങ്ങനെയാണ് മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ. ഇതിൽ BLOമാർക്ക് കണ്ടെത്താനാകാത്ത ഒരു വിധത്തിലും ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടിട്ടോ യാതൊരു വീടുകൾ കയറിയിട്ടോ അത്തരത്തിൽ കണ്ടെത്താനാകാത്ത ആളുകളുടെ എണ്ണമെന്ന് പറയുന്നത് 35,688. ഇടുക്കി പോലൊരു മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു കണക്കാണ്. യാതൊരു വിധത്തിലും വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്താൻ ഇവരെ കഴിഞ്ഞിട്ടില്ല. ഈ ആളുകൾക്ക് വോട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതും ഈ ആളുകൾ നിലവിൽ ഇടുക്കിയിലുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ വിവരങ്ങൾ BLOമാർക്ക് കണ്ടെത്താനോ വോട്ടർ പട്ടികയിൽ അവരെ സംബന്ധിച്ച് യാതൊരു കാര്യങ്ങളും ചേർക്കുന്നതിനോ സാധിച്ചിട്ടില്ല. ഈ ആകെ വരുന്ന മൊത്തം കണക്കുകളിൽ 28,309 പേർ മരിച്ചതായാണ് BLOമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലാണ് വിവിധ കാരണങ്ങളാൽ പട്ടികയിൽ പെടാതെ പോയ ആളുകളുടെ എണ്ണം 5,362 വരും. അത്തരത്തിലാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ കരട് വോട്ടർ പട്ടികയുടെ പുറത്താക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ വരുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. അത്തരത്തിൽ 1,24,087 പേരാണ് ഇടുക്കി പോലൊരു ജില്ലയിൽ നിന്നും വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത്. വളരെയധികം ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ചിരുന്നു. അത്തരത്തിൽ ഈ പറയുന്ന ആളുകൾക്ക് ഇനി വോട്ടുണ്ടാകുമോ, ഇവർക്ക് വോട്ടർ പട്ടികയിൽ പിന്നീട് പേര് ചേർക്കാൻ സാധിക്കുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവച്ചിരുന്നു. BLOമാരെ നമുക്കറിയാം, BLOമാരെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു തരത്തിലും BLOമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 35,000-ലധികം വരും. അജിംഷാദ്, തീർച്ചയായും.